ഈ പ്രണയിക്കുന്നവരുണ്ട്, പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നവരുമുണ്ട്. പക്ഷെ ഗീതുവിന്റെ പ്രണയം ഒരുമാതിരി വല്ലാത്തൊരു സ്ട്രഗിൾ ആയിരുന്നല്ലോ ഗീതു. അതെ അതെ അതെ, ഗീതുവിന്റെ അല്ല, ബിന്നിയുടെ. ബിന്നിയുടെ ഗീതു പറയുമ്പോ സീരിയൽ. സീരിയൽ. ഓക്കെ. ബിന്നിയുടെ പ്രണയം കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. പക്ഷെ അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അജിനെ. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിൻ്റെയും നല്ല സൈഡ് മാത്രമേ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ഇതുവരെ പക്ഷെ ശ്രമിച്ചിട്ടുള്ളൂ. ബിന്നിയുടെ ജീവിതം ആളുകൾക്ക് അറിയണ്ട. ബിന്നി ഒന്ന് അതാണ് ചിന്തിച്ച് അല്ല, ഇത്രയും ഇനി വർഷമായി. ഇപ്പൊ അങ്ങനെ ആയി, ആളുകൾ ഏറ്റെടുത്ത് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ആൾക്കാർ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം അറിയണമല്ലോ. അതെ, നൂബിനും ഞാനുമായിട്ടുള്ള പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എനിക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റിലേഷൻഷിപ്പ് അറ്റ് +1 +2 പഠിക്കുമ്പം. അതാണ് എൻ്റെ ഫോർ എവർ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്യുവർ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബസ്സിലൊക്കെ പുറകെ കയറുമ്പോൾ ഇങ്ങനെ നോക്കി ജസ്റ്റ് ഒരു നോട്ടം മാത്രം കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. കുറേ നാളത്തേക്ക് ഒന്നും സംസാരിക്കുന്നേ ഇല്ല, ഫോണില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാലം 90s കിഡ്സ് കുറെ പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കിട്ടത്തില്ല കേട്ടോ അത് ഇന്ന് കിട്ടും. ഇപ്പൊ എല്ലാരും ചാറ്റ് ചെയ്തു, നമ്പർ വാങ്ങിച്ചു, വിളിച്ചു. അതെ, നമ്മള് സ്കൂളിൽ ഓരോ ദിവസം വരുവോ, വഴിയിൽ നിപ്പുണ്ടാവോ, ദൂരെ എവിടെ നിന്ന് ഒരു ലുക്ക്, അതിപ്പോഴും മനസ്സിൽ അങ്ങനെ പ്യുവർ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പുള്ളി ഒരു 3-4 കൊല്ലം എൻ്റെ പുറകെ നടന്നു. എനിക്കൊന്ന് 6ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പുറകെ നടന്നിട്ട് ഞാൻ +1 +2 ആയപ്പോഴാണ് ഓക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ടല്ല, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അതും പഠിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ സിസ്റ്റർ ആവാൻ പോയ ആളാട്ടോ. അതുപോലത്തെ ആയിരുന്നു. ലൈക്ക് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. ഭയങ്കര സ്ട്രിക്റ്റാ. പ്രേമിക്കുന്നവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ടീച്ചറിനെ പിടിച്ച് പറഞ്ഞു കൊടുക്കും, അവൾക്ക് റിലേഷൻ ഉണ്ട്, പൊട്ടിച്ചു കൈ കൊടുക്കുന്ന ഒരു സൈക്കോ ആയിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം എൻ്റെ പുറകെ നടക്കുക എന്നറിയാം. എൻ്റെ കസിൻ ബ്രദറിനെയൊക്കെ കയ്യിലെടുത്ത് നടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല. ലാസ്റ്റാണ് പറഞ്ഞത്, ഓക്കെ പറഞ്ഞത്. ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചൈനയിലേക്ക് പഠിക്കാൻ പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത് പൊട്ടി. ഈ ലോങ് റിലേഷൻഷിപ്പ് വലിയൊരു ഘടകമാണ്, വലിയൊരു ടാസ്ക് ആണെന്ന് തന്നെ പറയാം. കാരണം കാണാതെ ഇരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഒരു ഫോൺ ചാറ്റ് മാത്രമേ ഉള്ളൂ. അതിലായാൽ പോലും നമുക്ക് എത്രത്തോളം ഒരാളെ ഒരു ഫോൺ കോളിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ആൾക്കാർ വർഷങ്ങളോളം ഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ലിവിങ് ടുഗെദർ ചെയ്തിട്ട് പോലും ഒരാൾക്ക് ഒരാളെ മനസ്സിലാവുന്നില്ല. അപ്പം നമുക്കൊരു ഫോൺ കോളിൽ തന്നെ ഇരിക്കുമ്പം നമുക്ക് ഒരുപാട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും. ഈസി വേ ആണ്. അപ്പം അതൊരു ടാസ്ക് ആണ് ശരിക്കും. പക്ഷേ അതൊരു എൻജോയ് ചെയ്യുവാണെങ്കിൽ അതുപോലത്തെ ഒരു നല്ലൊരു കാലഘട്ടവും വേറെ ഇല്ല. പ്യുവർ സോൾസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ നല്ലൊരു കാലഘട്ടവും വേറെ ഇല്ല. അപ്പം അങ്ങനെ പോയി. ഓക്കെ, അതപ്പം അത് കഴിഞ്ഞപ്പം ചൈനയിൽ പോയി കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കപ്പ് ആയി. പിന്നെ തേപ്പാണ് സംഭവിച്ചത്. ചെറുതായിട്ട് തേപ്പായിരുന്നു. അത് എന്റെ ഭാഗത്താണ് ഇരുന്നത് കേട്ടോ, മിസ്റ്റേക്ക്, കൈൻഡ് ഓഫ് അല്ല, എന്റെ ഭാഗത്ത് അത് മിസ്റ്റേക്ക്. കാരണം ആ ഒരു മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ളൂ, ജീവിതത്തിൽ. അതെ, അപ്പം ആ ഒരു മിസ്റ്റേക്ക് എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറയണമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ടുവേർഡ്സ് ലാസ്റ്റ് 2nd or 3rd ഇയർ ആകുമ്പോഴാണ് നൂബിനുമായിട്ട് പരിചയപ്പെടുന്നതും ഒരു കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെടുന്നതും ഒക്കെ ത്രൂ ചാറ്റ്, ഫേസ്ബുക്ക്. നൂബിനെ തെറി പറയാൻ വേണ്ടി പരിചയപ്പെട്ടതാണോ സീരിയൽ കണ്ട്? അല്ല, നൂബിൻ ആ സമയത്ത് ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ പരിചയപ്പെട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇടുമായിരുന്നു. എനിക്കൊന്ന് ആ ടൈമിൽ ഫേസ്ബുക്ക് അജ്മൽ ഖാൻ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ടൈമാണ്. ഫേസ്ബുക്ക് ഫോട്ടോസ് ഒക്കെ ഇട്ട് ആ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ നൂബിന്റെ പ്രൊഫൈൽ അതുപോലെ ആയിരുന്നു. അടിപൊളി പ്രൊഫൈൽ, കുറെ ഫോട്ടോസ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ ചുമ്മാ കണ്ട് റാൻഡമായിട്ട് അറിയാൻ മേലാത്ത ഒരാൾക്ക് ഒരു അബദ്ധത്തിലൊരു റിക്വസ്റ്റ് അയച്ചതാണ്. ഈവൻ വൺ ഓഫ് മൈ എൻ്റെ റൂംമേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇത് കൊള്ളാലോ എന്ന്. നമ്മൾ ചുമ്മാ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ എപ്പോഴും ഒരു റോങ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ അയച്ചത്. ഞാൻ അങ്ങനെ അയക്കുന്ന ഒരാളെ അല്ല, അങ്ങനെ ഇട്ടു. പിന്നെ അത് ഫ്രണ്ട്ഷിപ്പായി, ഇതായി, റിലേഷൻഷിപ്പായി. ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു, ഓക്കെ പറഞ്ഞു, നല്ല രീതിയിൽ പോവുമായിരുന്നു. അപ്പം എനിക്കറിയാം എൻ്റെ വീട്ടുകാർ ഡോക്ടറിനെ അല്ലാതെ വേറെ ആരെയും കെട്ടിക്കില്ല എന്ന്. അത് മുമ്പേ പറഞ്ഞിരുന്നു അല്ല, എനിക്കറിയാം എൻ്റെ വീട്ടുകാർ എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ വീട്ടുകാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മമ്മീനെയാണ് കേട്ടോ, ബാക്കി എല്ലാവരെയും അല്ല. ഈവൻ ആൻറ്റിമാരുണ്ട്, അവർക്ക് കുറച്ച് ഇൻട്രൂഷൻസ് ഉണ്ട് ഫാമിലിയിലേക്ക്. പക്ഷേ മമ്മീനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഡോക്ടറിനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം എന്നുള്ളത് എനിക്കറിയാം അവരുടെ സംസാരത്തിലേക്ക്. കാരണം അവർ പറയും, നീ പ്രേമിച്ചോ,
നല്ലൊരു ഡോക്ടർ ചെറുക്കൻ ക്രിസ്ത്യാനി അവിടെ ഉണ്ടെങ്കിൽ പ്രേമിച്ചു, കുഴപ്പമില്ല എന്ന് പറയും. അപ്പം നമുക്കറിയാലോ. അപ്പം നൂബിൻ്റെ കാര്യം എനിക്കറിയാമായിരുന്നു കുറച്ച് പ്രശ്നം വരും എന്നുള്ള അറിയാം. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ പിടിക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നപ്പം കസിൻ ചേട്ടൻ ഫോൺ ചെക്ക് ചെയ്തപ്പം മെസ്സേജ് കണ്ട് അങ്ങനെയാണ് പിടിക്കുന്നത്, പൊക്കുന്നത്. അന്ന് മുതൽ ടെററായിരുന്നു വീട്ടിൽ. ഉപദ്രവിച്ചിരുന്നു, അടിച്ചിരുന്നോ? ഇല്ല, അടിക്കുന്നില്ല. ഞാൻ ഒന്ന് ആലോചിച്ചു, അന്ന് അടിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം അടിക്കുന്നതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റുമോ അതെല്ലാം പറയും. പിന്നെ നമ്മുടെ ഞാൻ പറയില്ല, ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല, ലോകം മുഴുവൻ അറിയും. ഈ റിലേറ്റീവ്സ് എല്ലാവരും ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ കാര്യം വന്നപ്പോഴും ഫാമിലി ഫുള്ള് അറിഞ്ഞു. സാധാരണ ഇപ്പം അജിൻ്റെ ഒരു പെങ്ങളോ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ തീർക്കാൻ പറ്റും. നമുക്കതങ്ങനെ ഇല്ല, ഫാമിലി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടെ അലക്കി അവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും ഉപദേശവും എല്ലാം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കറിയാം എന്താണ് നൂബിനെ പറ്റി അവർ ആ സമയത്ത് പറയാത്തതൊന്നുമില്ല. നൂബിനെ പറ്റി വളരെ മോശമായിട്ടാണ് വേണ്ടാത്തെല്ലാം പറഞ്ഞു. കാരണം എന്നെ ഇതിൽ നിന്ന് എങ്ങനെയും പിന്തിരിപ്പിക്കണം. അപ്പൊ അതെനിക്ക് മനസ്സിലാവും, ഇവരെന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നൂബിൻ അങ്ങനത്തെ ഒരാളല്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് മമ്മി ഭയങ്കരമായിട്ട് ലൈക്ക് മാറിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമോ, ഏതൊക്കെ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആക്കാമോ എല്ലാ രീതിയിലും ട്രൈ ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആഗ്രഹം, അവരുടെ മമ്മി കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നെ ഇത്ര നിലയിൽ എത്തിച്ചല്ലോ. അപ്പം ഈ ഒരു ഡിസിഷനും കൊണ്ട് എൻ്റെ ലൈഫ് സ്പോയിൽ ആവരുതെന്ന് ഓർത്തിട്ട് മമ്മി ചെയ്യുന്നതാണ്. പക്ഷെ മമ്മീനെ കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു, പറ്റിയില്ല. ഈവൻ അതിൽ ചേട്ടൻ്റെ കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു വേണ്ട എന്നൊക്കെ ഉള്ളത്. അപ്പം മമ്മി അവർ പറയുന്ന കേൾക്കുമല്ലോ. അങ്ങനെ ലാസ്റ്റ് കുറേ നാൾ കഴിഞ്ഞ് ഇവർ മാട്രിമോണിയിലൊക്കെ ഇട്ടു എനിക്ക്. ഈവൻ ഞാൻ സ്റ്റിൽ റിലേഷൻഷിപ്പിലാണ്. ഞാൻ നൂബിനെ കെട്ടു എന്ന് പറഞ്ഞ് നിന്നിട്ടും മാട്രിമണി അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് കണ്ടിട്ടില്ല. എൻ്റെ അക്കൗണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ, എൻ്റെ കസിൻസ്, എൻ്റെ ആൻറ്റിമാർ, എൻ്റെ മമ്മി ഇവരെല്ലാവരുമാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്തത്. എന്നിട്ട് ആ നാട്ടിലുള്ള ആമ്പിളാർക്കെല്ലാം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് റിക്വസ്റ്റ്, എൻ്റെ ഫോട്ടോ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇവർ വന്നിട്ട് ആലോചിച്ചുകൊണ്ട് വരുന്ന ഓരോരോ പ്രപ്പോസൽ കാണുമ്പോൾ എനിക്ക് ഷോക്കിംഗ് ആയി തുടങ്ങി. ലൈക്ക് ഞാൻ ഇവരിൽ ഒരു വിശ്വാസം വെച്ചിരുന്നു, ഇവരെനിക്ക് കൊണ്ടുവരുന്ന ആലോചന ഇങ്ങനെ ആയിരിക്കും ഏകദേശം, ഒന്നുമില്ലെങ്കിൽ. പക്ഷേ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടുവരുന്ന ഓപ്ഷൻസ് ലൈക്ക് ഒരു 35+ കണ്ടു കഴിഞ്ഞാൽ 35+ മുടിയൊക്കെ പോയ പ്രൊഫസേഴ്സ്. അവരുടെ ഇഷ്ടത്തിന് കെട്ടിക്കണം. അതായത് ലവ് മാരേജ് ഈസ് വെരി റോങ് എന്നുള്ള കൺസെപ്റ്റ്. ഈവൻ എൻ്റെ മമ്മിയും പപ്പയും ലവ് മാരേജ് ആണ്, അവർ ഫെയിലിയർ ആയല്ലോ. അവരുടെ ഇത് അനുസരിച്ചിട്ട് ലവ് മാരേജ് ചെയ്യണ്ട, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന പ്രപ്പോസൽ കാണുമ്പോൾ എനിക്ക് ഷോക്കിങ്. ഇവരിരുന്ന തവിടും എല്ലാം കൊടുത്ത് വാങ്ങിച്ചതാണോ, എന്നോട് ഇത്ര ദേഷ്യമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രപ്പോസൽ കൊണ്ടിട്ട്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒന്നാമത് ഞാൻ ഫുൾ കരച്ചിലാണ്. രാവിലെ മുതൽ കരഞ്ഞ് ബെഡിൽ കിടക്കുകയാണ്. കാരണം ഇവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നൂബിനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. എനിക്ക് കല്യാണം ആലോചിക്കുന്നു, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയനോ കാര്യങ്ങളോ. ഇവരെന്നെ എങ്ങനെയും കെട്ടിച്ച് വിടും, ഒരു അടിമക്കണ്ണനെ പോലെ ജീവിക്കുക. അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു. കാരണം പിന്നെ നമുക്ക് ഇപ്പം ഞാൻ ഓർക്കുമ്പം ഓക്കെ എന്ന് തോന്നിയാലും ആ ടൈം കടന്നു കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഫുഡ് കഴിക്കാറില്ല, ഫോണില്ല, ഒന്നുമില്ല. റൂമിൽ തന്നെ ഇങ്ങനെ കിടപ്പും കരച്ചിലും മാത്രമായിരുന്നു. ഈ അന്നത്തെ തേപ്പ് എന്തുകൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ തോന്നിയില്ല? ഇല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ, വൺസ് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. പക്ഷേ അത് റീകണക്ട് ചെയ്യുക എന്നുള്ളത് അതും എൻ്റെ വീട്ടിൽ അക്സെപ്റ്റബിൾ ആവില്ല. വൺ തിങ് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റബിൾ ആവില്ല. പിന്നെ എന്താ എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നാമത് ഞാൻ അവിടെ കൊണ്ട് കളഞ്ഞു. പിന്നെ വീണ്ടും പോയി ചോദിക്കുക എന്നുള്ളത് എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നിയില്ല ആ സമയത്ത്. പിന്നെ നൂബിനായിട്ട് റിലേഷൻ ആയല്ലോ. റിലേഷൻ ആയതിനു ശേഷം പിന്നെ ഞാൻ അത് വിട്ടു. ഞാൻ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വർക്കൗട്ട് ആവില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയിട്ട് കാര്യമില്ല. പുള്ളി ചിലപ്പം അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും ഈവൻ, പക്ഷെ എൻ്റെ വീട്ടിൽ അതൊരു സ്ട്രഗിൾ ആവും. അതുകൊണ്ട് ഞാനത് പിന്നെ അതിലേക്ക് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ എനിക്ക് എന്നിട്ട് മാട്രിമോണിയിൽ കൊടുത്തിട്ട് അവർ കുറേ പ്രപ്പോസൽ കൊണ്ടുവന്നു. ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പം ഒരു ചെറുക്കനെ കാണാൻ വരാൻ വരെ പറഞ്ഞു, പെണ്ണ് കാണൽ വരെ എത്തി. അപ്പം അതിൽ എനിക്കൊരു വോയിസ് ഇല്ല. ഞാൻ എങ്ങനെയും പോയി അവിടെ നിൽക്കണം, കരഞ്ഞിട്ടായാലും എങ്ങനെയും പോയി നിർത്തിയാൽ മതി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം എനിക്കൊരിക്കലും അറിഞ്ഞുകൊണ്ട് വേറൊരാളെ ഇതാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ
സിസ്റ്റർ വഴി ഞാൻ ആ പുള്ളിയുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ വരണ്ട, എനിക്ക് റിലേഷൻ ഉണ്ട്. എനിക്ക് റിലേഷൻ ഉണ്ട്, ഇവിടെ വന്ന് നാണം കെടാൻ നിൽക്കുന്നത്, എൻ്റെ വീട്ടുകാരോ കുറച്ച് എടുത്തു ചാടി ഓരോന്നൊക്കെ ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾ ഹേർട്ട് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടു. അത് ഇനി എനിക്ക് മനസ്സിലായി, ഞാൻ ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ആരുടെയും തലയിൽ എന്നെ വെച്ച് കെട്ടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നി ഒരു പോയിന്റ് എത്തിയപ്പോൾ. അപ്പം ഞാൻ നൈസായിട്ട് ഡൽഹിയിൽ പോയി വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ, കൊറോണ ടൈമായിരുന്നു, രജിസ്ട്രേഷന് ഡൽഹി പോയി അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ജോലിക്ക് കയറി. ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻ്റെ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 years നിയർലി, അത് മോർ ദാൻ ദാറ്റ്, അത്രയും ഇവരെന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഏതൊക്കെ രീതി ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. 5 വർഷത്തോളം ചെയ്തു. ഈ 5 വർഷത്തോളം ഇങ്ങനെ എന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവൻ കൊള്ളില്ല, അവൻ തെറ്റാണ്, നീ ഇങ്ങനെ കെട്ട് അങ്ങനെ കെട്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. സ്ട്രെസ്സായിരുന്നു.